സോ അടുത്തത് ഒരു കേസ് സ്റ്റഡിയാണ്. സോ ഈ ഫോറസ്റ്റിനെ കൺസേർവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു കേസ് സ്റ്റഡിയാണ്. സോ കേസ് സ്റ്റഡി ഇൻ പീപ്പിൾ പാർട്ടിസിപ്പേഷൻ ഇൻ കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ്. സോ ഫോറസ്റ്റിനെ കൺസേർവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു കേസ് സ്റ്റഡിയാണ് നമ്മൾ ഇനി പറയുന്നത്. സോ ഈ പറഞ്ഞ പീപ്പിൾ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ പങ്കാളിത്തം നമ്മുടെ ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാണാൻ പറ്റും. സോ ഫോറസ്റ്റിനെ കൺസേർവ് ചെയ്യാനായിട്ടുള്ള ജനപങ്കാളിത്തം നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാണാൻ പറ്റും. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1731 1731 കിങ് ജോധ്പൂർ ഇൻ രാജസ്ഥാനിലെ കിങ് ജോധ്പൂർ 1731 അദ്ദേഹത്തിന് വേണ്ടി ഒരു പുതിയ പാലസ് കൊട്ടാരം കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മിനിസ്റ്റർമാരിൽ ഒരാളോട് മന്ത്രിമാരിൽ ഒരാളോട് അദ്ദേഹം ആവശ്യപ്പെട്ടു കുറച്ച് വുഡ് ആ പാലസ് പണിയാൻ വേണ്ടിയിട്ട് കുറച്ച് മരങ്ങൾ കട്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് മരങ്ങൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രാജാവ് കിങ് ജോധ്പൂർ 1731 അദ്ദേഹത്തിന്റെ ഒരുപാട് മന്ത്രിമാരിൽ ഒരു മന്ത്രിയോട് ആവശ്യപ്പെട്ടു. സോ അത് പ്രകാരം ആ മന്ത്രി പുതിയ പാലസ് പണിയാനുള്ള മരങ്ങൾ അല്ലെങ്കിൽ വുഡ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം കുറച്ച് വർക്കേഴ്സിനെയും കൊണ്ട് മിനിസ്റ്ററിന്റെ വർക്കേഴ്സും കൂടി ഒരു ഫോറസ്റ്റിലേക്ക് പോകുന്നു. ആ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഫോറസ്റ്റിന്റെ അടുത്തൊരു വില്ലേജ് ഉണ്ടായിരുന്നു. സോ ആ വില്ലേജിൽ സ്പെഷ്യലായിട്ട് ബിഷ്ണോയി എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റികളാണ് അവിടെ താമസിച്ചിരുന്നത്. സോ ഈ മിനിസ്റ്ററും വർക്കറും മരങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാലസ് പണിയാനുള്ള മരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോറസ്റ്റിലേക്ക് പോകുകയും ആ ഫോറസ്റ്റിന്റെ തൊട്ടടുത്തായിട്ട് നിയർ ദ വില്ലേജ് ആ വില്ലേജിൽ ഒരു ബിഷ്ണോയി കമ്മ്യൂണിറ്റീസും ഉണ്ടായിരുന്നു. ആ ബിഷ്ണോയി കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് അവരുടെ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് വിത്ത് നേച്ചർ, പ്രകൃതിയുമായി അത്രത്തോളം പീസ്ഫുൾ ആയിട്ട് കഴിയുന്ന ഒരു വർഗമാണ് നമ്മുടെ ബിഷ്ണോയി കമ്മ്യൂണിറ്റീസ്. ഫസ്റ്റ് എൻവയോൺമെന്റലിസ്റ്റ് എന്നാണ് അവരെ അറിയപ്പെടുന്നത്. സോ പ്രകൃതിയുമായി അത്രമാത്രം അടുത്ത് ഇടപഴകി അവയുമായി രമ്യമായി കഴിയുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ പറഞ്ഞ ബിഷ്ണോയി കമ്മ്യൂണിറ്റീസ്. സോ ബിഷ്ണോയി കമ്മ്യൂണിറ്റീസ് താമസിക്കുന്ന വില്ലേജിന് തൊട്ടടുത്തുള്ള ഫോറസ്റ്റിലേക്കാണ് ഈ മിനിസ്റ്റർ വർക്കേഴ്സിനെയും കൊണ്ട് ഈ മരങ്ങൾ കട്ട് ചെയ്യാനായിട്ട് പോയത്. ഈ ബിഷ്ണോയി കമ്മ്യൂണിറ്റീസ് ഇത്രമാത്രം ഈ പ്രകൃതിയുമായിട്ട് പീസ്ഫുൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. അവർ പരമാവധി ആ പ്രകൃതിനെ അല്ലെങ്കിൽ ആ ഫോറസ്റ്റിനെ കൺസേർവ് ചെയ്യുന്നതിൽ മുൻപന്തിയിലുള്ള ഒരു ഗ്രൂപ്പാണ്. സോ ഈ മിനിസ്റ്ററിന്റെ വർക്കേഴ്സ് ഈ മരങ്ങളെ കട്ട് ചെയ്യുന്നതിൽ നിന്ന് തടയാനായിട്ട് ഒരുപാട് ശക്തമായിട്ട് തന്നെ ഈ ബിഷ്ണോയി കമ്മ്യൂണിറ്റീസ് ശ്രമിച്ചു. സോ മിനിസ്റ്ററിന്റെ വർക്കർ ഈ പറഞ്ഞ മരങ്ങൾ കട്ട് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട് ഈ ബിഷ്ണോയി കമ്മ്യൂണിറ്റീസ് ഒരുപാട് ശ്രമിച്ചു. ഒരുപാട് ശക്തമായിട്ട് തന്നെ അവർ അതിനെ എതിർത്തു. അതിന്റെ ഭാഗമായിട്ട് ഒരു ബിഷ്ണോയി വുമൺ, ആ ബിഷ്ണോയി കമ്മ്യൂണിറ്റിയിലെ ഒരു വുമൺ, അമൃതാദേവി എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീ, അസാമാന്യ തരത്തിലുള്ള ഒരു ധൈര്യത്തോടു കൂടി അവർ കട്ട് ചെയ്യാൻ വന്ന മരത്തിനെ ഹഗ് ചെയ്തുകൊണ്ട് അതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ കിങ്ങിന്റെ അല്ലെങ്കിൽ ആ മിനിസ്റ്ററിന്റെ വർക്കർമാരെ വെല്ലുവിളിച്ചു. ഈ മരത്തിനെ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്നെ കട്ട് ചെയ്യണം എന്നുള്ളത്, എന്നെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ എന്നെ മുറിവേൽപ്പിച്ചിട്ടോ അല്ലെങ്കിൽ എന്നെ നശിപ്പിച്ചുകൊണ്ട് മാത്രമേ, എന്നെ കൊന്നുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഈ മരത്തിനെ കട്ട് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ള അസാമാന്യ ധൈര്യത്തോടു കൂടി ഈ മരത്തിനെ അവർ ഹഗ് ചെയ്തു. എന്നിട്ട് അവർ ആവശ്യപ്പെട്ടു, ദയവ് ചെയ്ത് ഈ മരങ്ങളെ നശിപ്പിക്കരുത്, ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെല്ലുവിളിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ പറഞ്ഞ വർക്കേഴ്സ്, കിങ്ങിന്റെ വർക്കേഴ്സ്, രാജാവിന്റെ ഈ പണിക്കാരൊന്നും തന്നെ ഇത് ചെവികൊണ്ടില്ല, ആരും തന്നെ ഇത് ശ്രദ്ധിച്ചില്ല എന്ന് മാത്രമല്ല ഈ അമൃതാദേവിയും അവരോടൊപ്പം തന്നെ ഈ മരത്തെയും ഒരുമിച്ച് അവർ കട്ട് ചെയ്യുകയും ചെയ്തു. അമൃതാദേവിയുടെ 3 മക്കളും അതുപോലെ 100ഓളം വരുന്ന ബിഷ്ണോയി കമ്മ്യൂണിറ്റീസും ഇതുപോലെ ഈ മരങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി, ഈ ട്രീസിനെ കട്ട് ഡൗൺ ചെയ്തതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അവരവരുടെ ലൈഫ് തന്നെ ത്യാഗം ചെയ്തു. സോ ഇങ്ങനൊരു സംഭവം 1731 ഉണ്ടായി. നമുക്ക് നമ്മുടെ ഈ ഹിസ്റ്ററിയിൽ എവിടെയെങ്കിലും ഇതുപോലെ നമ്മുടെ എൻവയോൺമെന്റിനെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്ത ത്യാഗം ചെയ്ത എവിടെയെങ്കിലും ഒരു ഹിസ്റ്ററി നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല.
സോ അതുപോലെ ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു ബിഷ്ണോയി കമ്മ്യൂണിറ്റി. അവിടെ ഉണ്ടായിരുന്ന ഈ അമൃതാദേവിയും അവരുടെ 3 മക്കളും 100ഓളം വരുന്ന ബിഷ്ണോയി കമ്മ്യൂണിറ്റീസിലെ ആളുകളും ഈ മരങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരുടെ ലൈഫ് തന്നെ അതിനുവേണ്ടി ത്യജിച്ചു. ബിക്കോസ് അവർക്ക് അവരുടെ ലൈഫിനേക്കാളും വലുതായിരുന്നു ആ മരങ്ങൾ അല്ലെങ്കിൽ വനം എന്ന് പറഞ്ഞ ഫോറസ്റ്റിനെ അവർ അത്രയ്ക്ക് പരിപാവനമായിട്ടായിരുന്നു അതിനെ കണ്ടിരുന്നത്. സോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു റീസെന്റ് ആയിട്ട് ഒരു അമൃതാദേവി ബിഷ്ണോയി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അവാർഡ് എന്ന് പറയുന്നത് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റീസെന്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് എന്ത്, അമൃതാദേവി ബിഷ്ണോയി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അവാർഡ്. അമൃതാദേവി ബിഷ്ണോയി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അവാർഡ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നത് എന്തിനാണെന്നുണ്ടെങ്കിൽ റൂറൽ ഏരിയാസിലെ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസ് അവര് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പതിവില്ല വളരെ അസാമാന്യ തരത്തിലുള്ള ധൈര്യവും കമ്മിറ്റ്മെന്റും വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള അവർക്ക് കൊടുക്കാനുള്ള ഈ അവാർഡാണ് അമൃതാദേവി ബിഷ്ണോയി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അവാർഡ്. സോ ഈ പറഞ്ഞ വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യലും അസാമാന്യമായ ധൈര്യത്തോടു കൂടി പ്രൊട്ടക്ട് ചെയ്യും ഡെഡിക്കേഷൻ കാണിക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ള റൂറൽ കമ്മ്യൂണിറ്റീസിലെ റൂറൽ ഏരിയാസിലെ ഇൻഡിവിജ്വൽസിനോ കമ്മ്യൂണിറ്റികൾക്കോ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു അവാർഡാണ് അമൃതാദേവി ബിഷ്ണോയി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അവാർഡ്. ഈ അവാർഡ് കൊണ്ടുവന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെ എക്സ്ട്രാ ഓർഡിനറി കറേജ് ആൻഡ് ഡെഡിക്കേഷൻ ടു പ്രൊട്ടക്ട് വൈൽഡ് ലൈഫ്. സോ വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എക്സ്ട്രാ ഓർഡിനറി കറേജും ഡെഡിക്കേഷനും കാണിക്കുന്നവർക്കാണ് ഈ പറഞ്ഞ അവാർഡ് കൊടുത്തിരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ ആ സെൽഫ് സാക്രിഫൈസ് ചെയ്ത അമൃതാദേവി എന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ പേര് വെച്ചിട്ടാണ് ഈ അവാർഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പുതുതായിട്ട് ആരംഭിച്ചത്. ഇതുപോലെ നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. സോ അതുപോലത്തുള്ളതാണ് ചിപ്കോ മൂവ്മെന്റ്. പീപ്പിൾ പാർട്ടിസിപ്പേഷന്റെ അടുത്തൊരു ഇതാണ് ചിപ്കോ മൂവ്മെന്റ് ഓഫ് ഗർവാൾ ഹിമാലയാസ് 1974. 1974 ഗർവാൾ ഹിമാലയാസിലെ ചിപ്കോ മൂവ്മെന്റ് എന്ന് പറഞ്ഞ ഒരു മൂവ്മെന്റും അവിടെയും ഇതുപോലത്തെ ലോക്കൽ വുമൻസ് ആണ്. അവിടെയുള്ള ലോക്കൽ വുമൻസ് വളരെയധികം ധൈര്യത്തോടുകൂടി ഇന്നോമസ് ആയിട്ടുള്ള ധൈര്യത്തോടുകൂടി അസാമാന്യമായുള്ള ധൈര്യത്തോടുകൂടി അവിടെയുള്ള മരങ്ങളെ അവർ സേവ് ചെയ്യാൻ ശ്രമിച്ചു. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ കട്ട് ചെയ്യാൻ വന്ന മരങ്ങളെ അവരുടെ കോടാലിക്ക് മുന്നിൽ ഈ മരങ്ങൾ കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ആ മരങ്ങളെ ഹഗ് ചെയ്തുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ മരങ്ങളെ ഈ കോടാലിക്ക് മുന്നേ തന്നെ ഇവർ തന്നെ ആ മരത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ കോൺട്രാക്ടേഴ്സിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. സോ ഈ മൂവ്മെന്റ് ആണ് ചിപ്കോ മൂവ്മെന്റ്. അവിടെ ലോക്കൽ മൂവ്മെന്റ് ആണ് ഇതിനായിട്ട് മുന്നിട്ട് രംഗത്തിറങ്ങിയത്. മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈ പറഞ്ഞ കോൺട്രാക്ടേഴ്സിന്റെ ആക്സ് അല്ലെങ്കിൽ മഴുവിനെ അതിനെതിരായിട്ട് ഇവർ ആക്ട് ചെയ്യാണ് ചെയ്തത്. സോ ഈ ചിപ്കോ മൂവ്മെന്റ് ഓൾ ഓവർ ദ വേൾഡ് എല്ലാവരും അതിനെ അംഗീകരിക്കുകയും ചെയ്തു. ചിപ്കോ മൂവ്മെന്റ് ഓൾ ഓവർ ദ വേൾഡ് എല്ലാവരും ഇതിനെ അംഗീകരിച്ചു. അങ്ങനെ ഈ പറഞ്ഞ പീപ്പിൾസ് ജനപങ്കാളിത്തത്തിന് അതിന്റെ സിഗ്നിഫിക്കൻസ് പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ ലോക്കൽ കമ്മ്യൂണിറ്റീസിന്റെ സോ ഫോറസ്റ്റ് കൺസേർവ് ചെയ്യുന്നതിലെ ഈ ലോക്കൽ കമ്മ്യൂണിറ്റീസിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ അവരുടെ പങ്കാളിത്തം തിരിച്ചറിഞ്ഞതുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1980കളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഒരു കോൺസെപ്റ്റാണ് ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ്. സോ ലോക്കൽ കമ്മ്യൂണിറ്റീസിന്റെ ഫോറസ്റ്റ് കൺസേർവ് ചെയ്യാനുള്ള പാർട്ടിസിപ്പേഷൻ പങ്കാളിത്തം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് 1980s ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് അഥവാ JFM ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ്. ഇത് പ്രകാരം ഈ ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് പ്രകാരം ഈ പറഞ്ഞ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആ ലോക്കൽ കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ അവിടുത്തെ ആ ലോക്കൽ വില്ലേജ് ആളുകളുമായിട്ട് ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആ കമ്മ്യൂണിറ്റീസുമായിട്ട് ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. എന്തിനു വേണ്ടി? ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ആൻഡ് മാനേജ് ഫോറസ്റ്റ്. ഫോറസ്റ്റിനെ മാനേജ് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും ഈ ലോക്കൽ കമ്മ്യൂണിറ്റീസുമായിട്ട് ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്ത് അവരുടെ സഹായത്തോടു കൂടി ഈ ഫോറസ്റ്റിനെ മാനേജ് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനുമുള്ള ഒരു എന്താ പറയുക കോൺസെപ്റ്റ് ആയിരുന്നു ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അത് പ്രകാരം ഈ പറഞ്ഞ ലോക്കൽ കമ്മ്യൂണിറ്റീസിന് ഈ ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന സർവീസുകൾ സേവനങ്ങൾ ഉപയോഗിക്കാം. സോ കമ്മ്യൂണിറ്റീസ് ആർ അലൗഡ് ടു യൂസ് ദ സർവീസസ് ഫ്രം ദ ഫോറസ്റ്റ്. സോ ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന സേവനങ്ങൾ ഈ ലോക്കൽ കമ്മ്യൂണിറ്റീസിന് ഉപയോഗിക്കാൻ അനുവാദം കൊടുത്തുകൊണ്ടുള്ളതായിരുന്നു ഈ ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ്. സോ ലോക്കൽ കമ്മ്യൂണിറ്റീസിന് ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന
ഫ്രൂട്ട്സ്, ഗം, മെഡിസിൻസ്, റബ്ബർ ഇതെല്ലാം ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ലോക്കൽ കമ്മ്യൂണിറ്റീസ് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ ഫോറസ്റ്റിൽ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ. സോ ആ രീതിയിൽ ഫോറസ്റ്റിനെ കൺസേർവ് ചെയ്യാൻ സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ എന്നെന്നും നിലനിൽക്കുന്ന രീതിയിൽ ഫോറസ്റ്റിനെ കൺസേർവ് ചെയ്യാനായിട്ട് ഈ കോൺസെപ്റ്റ് സഹായിച്ചു. ഏതാണ്? ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ്, JFM. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1980-കളിൽ ലോക്കൽ കമ്മ്യൂണിറ്റീസുമായിട്ട് ജോയിൻ ചെയ്ത്, അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ വില്ലേജ് പീപ്പിൾസുമായിട്ട് ജോയിൻ ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കോൺസെപ്റ്റാണ് ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് അഥവാ JFM. അത് പ്രകാരം ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ലോക്കൽ കമ്മ്യൂണിറ്റീസുമായിട്ട് ക്ലോസ് ചെയ്ത് നന്നായി വർക്ക് ചെയ്യാൻ തുടങ്ങി. സോ അവരുടെ സഹായത്തോടു കൂടി ഈ ഫോറസ്റ്റിനെ മാനേജ് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും സാധ്യമായി. അത് പ്രകാരം ഈ ലോക്കൽ കമ്മ്യൂണിറ്റീസിന് ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന സർവീസുകളായ ഇപ്പം ഗം, ഫോറസ്റ്റ് ഫ്രൂട്ട്സ്, അതുപോലെ റബ്ബർ, മെഡിസിൻ അതുപോലത്തെ അവശ്യ സാധനങ്ങൾ ആ ഫോറസ്റ്റിൽ നിന്ന് ഈ പറഞ്ഞ ലോക്കൽ കമ്മ്യൂണിറ്റീസിന് ഉപയോഗിക്കുകയും ചെയ്യാം. സോ ഇത് പ്രകാരം ആ ഫോറസ്റ്റിനെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള എന്നെന്നും നിലനിൽക്കുന്ന രീതിയിൽ കൺസേർവ് ചെയ്യാനായിട്ട് ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റിലൂടെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് സാധ്യമായി.